ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് അത് ചെയ്യുന്നത് വെച്ചാൽ മൈ ഫിറ്റ്നസ് പാൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എടുക്കുക. മൈ ഫിറ്റ്നസ് പാൽ എന്നുള്ള ആപ്ലിക്കേഷനകത്ത് ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ആദ്യം കൊടുക്കണം. ലൈക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യണം, പിന്നെ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് യു ക്യാൻ ഒരു മൈ ഫിറ്റ്നസ് പാൽ എന്നുള്ള ആപ്ലിക്കേഷനോട്ട് ലോഗിൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗോൾസ് എന്താണോ, ഗോൾസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്, അതെടുക്കുക. നിങ്ങളുടെ കറണ്ട് വെയിറ്റ്, ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് വെയിറ്റ് എന്തായിരുന്നു, നിങ്ങൾ ജേണി തുടങ്ങിയപ്പോഴത്തേക്കുള്ളൊരു വെയിറ്റ് എന്താണോ അതെന്താണോ വെച്ച് കൊടുക്കുക. നിങ്ങളുടെ ഗോൾ എന്താണോ, ഇപ്പോൾ ലെറ്റ്സ് നിങ്ങളുടെ ഗോൾ ഒരു വെയിറ്റ് ലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്താണെന്നോ അതിൻ്റെ അനുസരിച്ചുള്ള ഗോള് ആ ഒരു ആപ്ലിക്കേഷനകത്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ എയിം എന്ന് പറയുമ്പോൾ ഗോൾ വെയിറ്റ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറണ്ട് വെയിറ്റ് 75 കിലോസ് ആയിരുന്നു. എൻ്റെ ഗോൾ വെയിറ്റ് നമ്പർ 82-83 ഇടയ്ക്ക് എത്തിക്കുക. കാരണം എനിക്കാകെ ഓൾമോസ്റ്റ് 120 ഡേയ്സേ ഉള്ളൂ ബൾക്കിങ് ചെയ്യാനായിട്ട്. ഇപ്പം 88 ദിവസം കൂടെ ബാക്കിയുണ്ട്. സോ 88 ഡേയ്സ് ലെഫ്റ്റ്. അപ്പം ഞാൻ കുറേ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. കാരണം അത്രയും ബോഡി ഫാറ്റ്, ഞാനിപ്പോൾ മന്ത്ലി 1 കിലോ മസിൽ മാസ് കയറുവാണെങ്കിൽ തന്നെ 120 ഡേയ്സിൽ മാക്സിമം കയറുവാണെങ്കിൽ ഒരു 2.5-3-4 കിലോസ് ഓഫ് മസിൽ മാസ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1 മന്ത് 45 ഡേയ്സ് കഴിഞ്ഞു, അറൗണ്ട് 1 കിലോ ഓഫ് മസിൽ മാസ് എൻ്റെ ബോഡിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് 88 ഡേയ്സും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 2 കിലോസ് ഓഫ് മസിൽസ് അല്ലെങ്കിൽ ഒരു 3 കിലോ മസിൽ മാക്സിമം കയറി. അപ്പോൾ അപ്പുറത്തോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഞാനിപ്പോൾ കറണ്ട് ബോഡി വെയിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് 3 കിലോ മസിലേ കയറിയിട്ടുള്ളൂ. പിന്നെ വാട്ട് എവർ വെയിറ്റ് ഞാൻ അതിന് കൂടുതൽ ആഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അത് വെറും ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ആയിട്ട് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും വെയിറ്റ് എനിക്ക് വെറുതെ കയറിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ എടുക്കുക. എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ? നിങ്ങൾ ആക്റ്റീവ് ആണോ, അതോ ലൈറ്റ്ലി ആക്റ്റീവ് ആണോ, വെരി ആക്റ്റീവ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഡെസ്ക് ജോബാണോ, എന്താണുള്ള അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ലെവൽ കൊടുക്കുക. ഇപ്പം എൻ്റെ ഒരു ആക്ടിവിറ്റി ലെവൽ വെച്ചാൽ ഞാൻ അത്യാവശ്യം ആക്റ്റീവാണ്. ഞാൻ മൂവ് അറൗണ്ട് ചെയ്യും, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്. അപ്പം ഞാനൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നു. ഇനി കാലറീസ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ് എന്നുള്ളൊരു കോളമുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാലറി ഇൻടേക്ക് എൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രകാരം ഞാനൊരു 3000 കാലറീസാണ് വെച്ചേക്കുന്നത്. 3000 കാലറീസ് കൺസ്യൂം ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻ എപ്പോഴും ഒരു 30% ആ റേഞ്ചിൽ വെക്കണം. അപ്പോൾ 45-30-25% ഈ ഒരു റേഷ്യോയിൽ വേണം നിങ്ങൾ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതനുസരിച്ചുള്ള മസിൽ മാസ് ബോഡിയിൽ കയറണമെങ്കിൽ ഒരു 45-30-25% എന്നുള്ളൊരു റേഷ്യോയിൽ നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്ക് ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാലറീസ് കൗണ്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര കാലറീസ് ആയി എന്ന് വെച്ചാൽ ഡെയിലി എത്ര കാലറി ഇൻടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ഈ ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക. ലൈക്ക് 3000 കാലറീസ് ആണോ, അല്ലെങ്കിൽ 2500 ആണോ, 2000 ആണോ, ഇതിന് ബേസ്ഡ് ആയിട്ട് എത്ര കാലറീസ് ആണോ അത് ഹിറ്റ് ചെയ്യാൻ നോക്കുക. ആ കാലറി ഇൻടേക്ക് ഹിറ്റ് ചെയ്യലാണ് ടാർഗറ്റ്. അല്ലാണ്ട് ജസ്റ്റ് നമ്മളൊരു വേ പ്രോട്ടീൻ എടുത്തു, ആ വേ പ്രോട്ടീനായിട്ട് 25-30 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മസിൽ ബിൽഡ് ചെയ്യത്തില്ല. ബാക്കി 225 അല്ലെങ്കിൽ 200 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ നിങ്ങൾ ബാക്കി എവിടെ നിന്ന് കഴിക്കും. അതാണ് മെയിൻ ടാർഗറ്റ്. അപ്പം ഇനി നമുക്ക് കാലറീസ് എങ്ങനെ ട്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡിൻ്റെ കാലറീസ് എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു എക്സാമ്പിൾ മീൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് നമ്മൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, ഫൈബർ, ഷുഗർ, ഇങ്ങനെ ഓരോ കോളംസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് 225 ഗ്രാംസ് അത് ഹിറ്റ് ചെയ്യണം. കാർബോഹൈഡ്രേറ്റ് ഓൾമോസ്റ്റ് 340 ഗ്രാംസ് കാർബോഹൈഡ്രേറ്റ് അത് ഹിറ്റ് ചെയ്യണം. ഫാറ്റ് ഇൻടേക്ക് 83 ഗ്രാംസ് അതും ഹിറ്റ് ചെയ്യണം. അപ്പോൾ ഈ കാലറി ടാർഗറ്റ് എന്താണോ അത് ഞാൻ ഡെയിലി എങ്ങനെയെങ്കിലും ഹിറ്റ് ചെയ്യണം. അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ടാർഗറ്റ്. അപ്പോൾ ലെറ്റ്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിപ്പം നിങ്ങളിപ്പോൾ ഒരു കറക്റ്റ് ഓർഡറിൽ കൊടുക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് ഒരു ദിവസം എന്തൊക്കെ കഴിച്ചതിന് ശേഷം ലാസ്റ്റ് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഓട്സ് കഴിക്കുന്നു. അപ്പോൾ ഹോൾ ഗ്രെയിൻ ഓട്സ് 150 ഗ്രാംസ് പെർ ഡേ. പിന്നെ അതിൻ്റെ കൂടെ മിൽക്ക് ഒരു 200 ml. പിന്നെ ഡ്രൈ കറുത്ത മുന്തിരിയുണ്ട്, അപ്പോൾ അത് 20 ഗ്രാംസ്. പീനട്ട് ബട്ടർ, സൺഡ്രോപ്പിൻ്റെ പീനട്ട് ബട്ടർ ഒരു 30 ഗ്രാംസ് ഞാൻ എടുക്കുന്നു. ഓൾമോസ്റ്റ് 200 കാലറീസ് അതിൽ നിന്ന് വരും. പിന്നെ അവതാർ ഐസോ റിച്ച് പ്രോട്ടീൻ അതൊരു 1 സ്കൂപ്പ് പെർ ഡേ, 1075 കാലറീസ് ഓൾറെഡി ആയി. ഇനിയുണ്ട് ഓൾമോസ്റ്റ് 2000 കാലറീസും കൂടെ എനിക്ക് ഹിറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ നേരത്തെ എൻ്റെ ബോഡി ബിൽഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബർഗർ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അതിൻ്റെ കാലറീസും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ബ്രെഡിൻ്റെ പീസ്, വൈറ്റ് ബ്രെഡ്
ഞാനൊരു 3 പീസ് ബ്രെഡ് കഴിച്ചെന്നായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 ഗ്രാംസ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ബീഫായിരുന്നു കഴിച്ചത്. അപ്പോൾ ബീഫ് കോഫ്ത പോലെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 100 ഗ്രാംസ് എന്താണോ അതും കൊടുത്തു. പിന്നെ എഗ്ഗ് ഹോൾ എഗ്ഗാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഹോൾ എഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 3 ഹോൾ എഗ്സ് ഞാൻ കഴിച്ചായിരുന്നു. പിന്നെ ചീസ് സ്ലൈസ് ഉണ്ടായിരുന്നു, 2 പീസ് ചീസ് സ്ലൈസ് കഴിച്ചു. എന്തൊക്കെയാണോ ഇതൊരു എക്സാമ്പിളാണ്. ലൈക്ക് ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാനിപ്പോൾ 2 നേരമായിട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ രാവിലെ ഒരു 7:30, 8 കഴിക്കുന്ന ഒരു പാറ്റേണും പിന്നെ ഒരു 11 ഒക്കെ ആകുമ്പോൾ കഴിക്കുന്ന വേറെ ഫുഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്ര കാലറീസായി? ഇപ്പോൾ എൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് 100 ഗ്രാം ഹിറ്റ് ചെയ്തു. കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് 156 ആയി. ഫാറ്റ് ഇൻടേക്ക് 69, 70 അറൗണ്ട് എത്തി. ഇനി ആ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള കാലറീസ് എന്താണോ അതാണ് ഇനി അടുത്ത ടാർഗറ്റ്. പിന്നെ ലഞ്ചിന് ഞാനിപ്പം ബസ്മതി റൈസ് കഴിച്ചു. ഒരു 150 ഗ്രാം ബസ്മതി റൈസ് കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ സ്കിൻലെസ് ഒരു 1/2 കിലോ എന്ന് വെച്ചാൽ ഒരു സ്പ്ലിറ്റ് 250 ഗ്രാംസ് പോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ എഗ്ഗ് 2 ഹോൾ എഗ്സും കൂടെ കഴിച്ചു. ഇപ്പം എൻ്റെ കാലറി ഇൻടേക്ക് നമ്മൾ 2800. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായി. ഇപ്പം പ്രോട്ടീൻ ഇൻടേക്ക് 230, അറൗണ്ട് 230. ഇനി എനിക്ക് പ്രോട്ടീൻ വേണ്ട. പ്രോട്ടീൻ ഇൻടേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്തു. ഫാറ്റ് ഇൻടേക്കും കംപ്ലീറ്റ്ലി ഹിറ്റ് ചെയ്തു. ഇനി കാർബോഹൈഡ്രേറ്റ്സ് 56 ഗ്രാം ഉണ്ട്. അത് മാത്രമാണ് ഇനി എൻ്റെ ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇനി ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്കിനി നോക്കുമ്പോൾ ചിലപ്പം ഒരു എക്സ്ട്രാ ചപ്പാത്തി, ഒരു 4 പീസ് ചപ്പാത്തി കഴിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് 40 ഗ്രാംസായി. അപ്പോൾ ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫാറ്റ് ഇൻടേക്ക് ഇച്ചിരി കൂടി, പ്രോട്ടീൻ ഇൻടേക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ട്. 225 ഹിറ്റ് ചെയ്താൽ മതി. 240 ഗ്രാം പ്രോട്ടീൻ എത്തി. അപ്പം വേണമെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. 400 ഗ്രാംസ് ആക്കി മാറ്റാം പെർ ഡേ. ഇനിയിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പെർഫെക്റ്റ് റേഷ്യോ ആണ്. പ്രോട്ടീൻ ഇൻടേക്ക് 225 ഗ്രാംസായി. കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് 240, 320, 340 ഇതിൻ്റെ ഇടയ്ക്ക് ഹിറ്റ് ചെയ്താൽ മതി. ഫാറ്റ് ഇൻടേക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു 83, 87 ഗ്രാംസ് എത്തി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കാലറീസ് ഡെയിലി ഹിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോർമൽ സാധാ ഭക്ഷണം നിങ്ങൾക്ക് വീട്ടിലെന്താണ് പയറും അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നോർമൽ ചപ്പാത്തിയൊക്കെ കഴിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ്റെ പീസ് അല്ലെങ്കിൽ ഫിഷ് ആഡ് ചെയ്യാം. പിന്നെ എന്താ പറയുക നോർമൽ നമ്മൾ ബ്രെഡാണെങ്കിൽ ബ്രെഡ് കഴിക്കാം. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിച്ച് തന്നെ ഈ ഒരു കാലറി ഇൻടേക്ക് ഹിറ്റ് ചെയ്താൽ മാത്രം മതി. അതാണ് നിങ്ങളുടെ ഗോൾ. അപ്പം ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ഇതുപോലെ കാലറീസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ കാലറി ഇൻടേക്ക് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആമസോണിൻ്റെ ആപ്പ് എടുക്കുക. ആമസോൺ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഫുഡ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഫുഡ് സ്കെയിൽ എടുക്കുക. ഫുഡ് സ്കെയിൽ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചീപ്പായിട്ടുള്ളൊരു ഫുഡ് സ്കെയിൽ മേടിക്കുക. ചീപ്പെടുത്തേ ഇപ്പോൾ ഇതിന് ഒരു 240 റുപ്പീസ് ഉള്ളൂ. ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുക. ഇത് മേടിച്ചതിന് ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫുഡ് അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അളവ് കാണിക്കും. നിങ്ങൾ 100 ഗ്രാംസ് റൈസ് ആണെങ്കിൽ 100 ഗ്രാംസ് റൈസ് കഴിച്ചു, അല്ലെങ്കിൽ 4 ചപ്പാത്തിയുടെ പീസ് കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ പീനട്ട് ബട്ടർ 30 ഗ്രാംസ് കഴിച്ചു. ഇതെല്ലാം ഈ ഒരു ഫുഡ് സ്കെയിലിനകത്തോട്ട് കാണിക്കുമ്പോഴത്തേക്ക് എത്ര ഗ്രാംസ് ആണെന്ന് കാണിക്കും. ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാലറി ഇൻടേക്ക് എന്താണോ അത് ഹിറ്റ് ചെയ്യാനായിട്ടും ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ടും ഒരു ഐഡിയ കാണിച്ചു തരും. അപ്പം ഇതാണ് എങ്ങനെയാണ് കാലറീസ് ട്രാക്ക് എന്നുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയോ. ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.